അല്ല, ഈ കേസ് ഇത് എങ്ങോട്ടാ നീ പോണ? ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയതാ. ഇപ്പോഴേ മാൻ മിസ്സിംഗ് കേസ് 2 ആയി. ഇനി മർഡർ വല്ലതും വരാനുണ്ടോ? ആർക്കറിയാം. നിനക്ക് ചിലവുണ്ട്, അത് ഓർത്തണം. മൂന്നാർ പോകാനുള്ള പെട്രോൾ കാശ് വരെ ഞാൻ തന്നല്ലേ. പെട്രോൾ കാശ് മാത്രം കിട്ടേണ്ട കാര്യം. ഞങ്ങൾ ഓഫീസിലാണെങ്കിൽ പണം ഇങ്ങനെ കുന്നുകൂടി വരും. വാട്ട്സ് നെക്സ്റ്റ്? ഇനി ഇതിനൊക്കെ ചിലവുണ്ട്. കേസ് അന്വേഷിച്ച് ക്ഷീണിക്കുമ്പോഴേ ശരീരത്തിന് നല്ല ഊർജം കിട്ടാൻ വേണ്ടി പോഷകാഹാരം വേണം, ജ്യൂസ് വേണം, നല്ല ചൈനീസ് ഫുഡ് വേണം. നിനക്ക് എവിടുന്ന എൻ്റെ പൈസ? നീ കുറേ നേരമായല്ലോ കണക്ക് തുടങ്ങിയിട്ട്. ഇനി സ്ക്രീനിൽ ശ്രദ്ധിക്കടാ. സംതിങ് ത്രില്ലിംഗ് ഹാപ്പനിങ് നൗ. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. തലേദിവസം പോയി കൊല ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ പോയിട്ട് അയാളെ വെപ്പൺ എടുത്ത് സോറി. സർ, കാർത്തിക് ഇവിടെ ഒരു 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. താമസിച്ചിരുന്നതൊക്കെ ഇവിടെ അടുത്തൊരു 2 അപ്പാർട്ട്മെന്റിലാണ്. പ്രകാശ് സാർ ഇപ്പൊ വരും. They have come regarding Karthik. ഞങ്ങൾ ബേസിക്കലി ഒരു NGO ആണ്. ഈ ലീഗൽ സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ചെറിയ ഹെൽപ്പ്. കാർത്തിക് വാസ് അവർ ഓപ്പറേഷൻസ് മാനേജർ. ഹി ടുക്ക് കെയർ ഓഫ് ലോജിസ്റ്റിക്സ്, ഡോക്യുമെന്റേഷൻ. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. കാർത്തിക് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് was everything okay? Or did he notice anything unusual? No, he was a very nice guy. I mean, he is lots of empathy towards our clients. പിന്നെ അവരാരോടും അധികം അങ്ങനെ സംസാരിക്കാറില്ല. He was kind of reserved. പിന്നെ മിക്ക കേസുകളിലും ഈ എതിർകക്ഷികളിൽ നിന്ന് ത്രെഡ്സ് വരാറുണ്ട്. ആ സമയത്തും 1-2 ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ സ്ഥിരമുള്ളതാ, ഈ അൺനോൺ നമ്പേഴ്സ് മറ്റും. ഞങ്ങളങ്ങനെ കാര്യമാക്കാറില്ല. ആ സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്തിരുന്ന കേസുകളുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റും? ഓൾസോ സാർ, ഐ റിമെമ്പർ കാർത്തിക് കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് ഒരു ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു അയാൾ. എന്തോ അയാളെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. ചോദിച്ചിട്ട് കാരണമൊന്നും പറഞ്ഞുമില്ല. ഇൻഫാക്ട് ഈ പല കേസ് ഫെയിൽ ചെയ്യുമ്പോൾ അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയി കാണാറുണ്ടായിരുന്നു. അന്ന് കാർത്തിക് താമസിച്ചിരുന്ന വീടിന്റെ അഡ്രസ്സ്? Yes sir. I know the place. നൈബേഴ്സ് ആയിരുന്നെങ്കിലും അങ്ങനെ വലിയ പോക്കുവരവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിനും അതിൽ വലിയ താല്പര്യമൊന്നും ഞാൻ കണ്ടിരുന്നില്ല. മോർണിംഗ് വാക്ക് സമയത്താണ് കൂടുതലും ഞാൻ കാർത്തികിനെ കാണാറുള്ളത്. അയാൾ മ്യൂസിക്കിലൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു. ചില ക്ലാസിക്കൽ സംഗീതങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കാറുണ്ട്. ഈ ഭരതനാട്യമൊക്കെ ഉപയോഗിക്കുന്ന. കാർത്തികിനെ കാണാൻ വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നായിട്ട് ഓർക്കുന്നുണ്ട്? വിസിറ്റേഴ്സ് വളരെ കുറവായിരുന്നു. പിന്നെ കാണാതാവുന്നതിന് 3-4 ആഴ്ച മുൻപ് ഒരു സ്ത്രീ വരാറുണ്ടായിരുന്നു. 2-3 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരിയായിരുന്നു. സാരിയാണ് ഉടുക്കാറ്. അന്ന് ഞാൻ ഈ കാറ്ററാക്ട് സർജറി ചെയ്യാത്തത് കൊണ്ട് കാഴ്ച ഇത്തിരി ക്ലിയർ അല്ലായിരുന്നു. 31 ഡിസംബർ രാവിലെ ഞാൻ കാർത്തികനെ അവിടെ കണ്ടിരുന്നു. പിറ്റേന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് ആ സ്ത്രീയെ ഞാൻ അവസാനം അവിടെ കണ്ടത്. അന്ന് അവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ഈ ഡേറ്റ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുശേഷം കാർത്തികനെ എവിടെ കണ്ടിട്ടില്ല. പിന്നെ കാർത്തികൻ അന്വേഷിച്ച് ആരും വന്നിട്ടില്ല. വരാൻ ആരില്ലായിരിക്കും. താങ്ക് യു. പ്രകാശ് അസോസിയേറ്റിലെ ദൃശ്യ കാർത്തിക് ലാസ്റ്റ് ഡീൽ ചെയ്ത കേസുകളുടെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ഓക്കെ സർ. നൈസ് ഗേൾ. ഐ ഹാവ് സം ഐഡിയാസ്. വിൽ ടെൽ യു ലേറ്റർ. നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ? വേണം. ഹലോ. ഡൊമിനിക്. യെസ് മിസ്റ്റർ ഡൊമിനിക്. നന്ദിത എപ്പോഴെങ്കിലും കാർത്തിക് കൊച്ചി താമസിക്കുന്ന വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ സമയം കൽക്കത്തയിലായിരുന്നു. ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് ആ വീടറിയാം.
റെന്റ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഓണർ കുറച്ച് പ്രശ്നമുണ്ടാക്കി. എനിക്കിനി ആ വീട് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വെക്കേറ്റ് ചെയ്തു. ബാലൻസ് എമൗണ്ട് പിന്നീട് ഞാൻ പേ ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ആ നെയ്ബർ ഫ്രാൻസിസ് പറഞ്ഞ പെൺകുട്ടി, ഷീ കൺഫ്യൂസസ് മീ ദ മോസ്റ്റ്. സാർ, എൻ്റെ നിഗമനത്തിൽ പൂജയ്ക്ക് അറിയാത്ത കാർത്തികിൻ്റെ മറ്റൊരു ഗേൾഫ്രണ്ട് ആയിരിക്കും. ചിലപ്പോൾ അവൾക്കായിരിക്കും കാർത്തിക് ആ സാരി ഗിഫ്റ്റായി വാങ്ങിയത്. ഇത് 2ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ പറയും. നമുക്ക് ഇവരെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. ടോണി, സഞ്ജയ്, ഇബ്രാഹിം, കാർത്തിക് ലാസ്റ്റ് ഡീൽ ചെയ്യുന്ന കേസിലെ ഓപ്പോസിഷൻ പാർട്ടീസാ. ഓക്കെ സാർ. ഇവരെ നീ വാച്ച് ചെയ്യണം. ഇവരെ ആക്ടിവിറ്റീസ്, ഇവർ പോകുന്ന സ്ഥലങ്ങളിൽ. ആൻഡ് വി ക്യാൻ യൂസ് ദിസ് ടു റൈൽ ദം അപ്പ്. അല്ല, സാർ എവിടെ പോകുന്നു? ഞാൻ ആ സമയം തമിഴ്നാട് വരെ ഒന്ന് പോകും, കാർത്തിക്കിൻ്റെ സ്വന്തം നാട്ടിലേക്ക്. ഒരു മനുഷ്യനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാളുടെ റൂട്ടുകളിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഇൻവെസ്റ്റിഗേഷൻ സയൻസ് പറയുന്നത്. കഴിക്കുന്നില്ലേ? സാറിന് കഴിക്കാവോ ഡയബറ്റീസ്? എടോ, എനിക്ക് അതിന് മാത്രം ഷുഗറൊന്നുമില്ല. ഐസ്ക്രീമൊക്കെ കഴിക്കാം. ட்ராமா கம்பெனி மூடி பல வருஷம் ஆச்சு சார். இந்த இடம் தான். நாங்களே இங்கே 10 வருஷம் முன்னாடி தான் வந்தோம். சந்திரசேகரன் ஒருத்தர் தான் ஓனர். அவரோட அவர் எங்கே இருக்க பேசலாமா? அவர் இப்போ இங்கே இல்லை சார். அவரோட மனைவி 1 வருஷத்துக்கு முன்னாடி இறந்துட்டாங்க. அஸ்தி கரைக்கிறதுக்கு வாரணாசி வரைக்கும் போனவர் தான், இன்னும் வரல. அவரோட ஃபோன் நம்பர் தான்? ஃபோன் நம்பர், லேண்ட்லைன் நம்பர் இருக்கு, ஆனால் அவர் தான் வீட்டில் இல்லையே. இவர் அறியும். யார் சார் இவர்? இவர் பேரு கார்த்திக். தெரில சார். இது என் ஃபோன் நம்பர். ஓகே, அவர் வந்தா பேச சொல்லு. ஓகே சார். சார், இங்கே பக்கத்தில் ஒரு ரூம் இருக்குது சார். அந்த ட்ராமா கம்பெனியோட பொருளெல்லாம் இங்கே தான் இருக்குது. சந்திரசேகர் சார் வந்தார்னா இங்கே தான் உட்காருவார். சார், இதான் இந்த பழைய இடம். അവിടെ എന്തായി? പോസ്റ്റ് ഐഡി വർക്കൗട്ട് ആണോ? സാർ, സഞ്ജയ് ഇബ്രാഹിം മൂപ്പൻ. സഞ്ജയ്ക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. പോസ്റ്റർ കണ്ടിട്ടും ആൾക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഇബ്രാഹിം മൂപ്പൻ കാർത്തികിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അഗൈൻ ഐ എം നോട്ട് സോ ഷുവർ. I know him. Worked with an NGO, right, this guy? യെസ് സർ. സോ ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. എനിക്ക് തോന്നുന്നില്ല ആളാണെന്ന്. Okay. നമ്മുടെ ഈ പോസ്റ്റർ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല സർ. റിയാക്ഷൻ വെച്ച് ആളെ എങ്ങനെയാ കണ്ടുപിടിക്കുക? യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ടോണി ഇവിടെ? സർ, ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഹീസ് ഇൻ ദുബായ്. ഇന്ന് വരും. ഓക്കെ, ഐ എം ഓൺ മൈ വേ ബാക്ക്. സീ യു ടുമോറോ. ടാനാവും സർ. ഏയ്, കുഴപ്പമില്ല. മോർണിംഗ് മിസ്റ്റർ ടോണി. മോർണിംഗ്. മതിൽ വൃത്തികേടാക്കിയല്ലേ? എന്ത് ചെയ്യാൻ? നമുക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനാ. എന്ത് ചെയ്യാൻ? ഡേറ്റ് തെറ്റാണ്. 2 ദിവസവും 2 വർഷം. കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ 31. ഓർത്ത് നോക്കിയേ, ശരിയല്ലേ? അടുത്ത പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. വാ. സാറവന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചായിരുന്നോ? വേറെ ആർക്കും ഇതുപോലെ റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഐഡിയ വർക്കൗട്ട് ആകണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ സിമ്പിൾ ഐഡിയാസ് ആണ് വർക്കൗട്ട് ആകുക.
അവന് കാർത്തികനെ കുറിച്ച് എന്തോ അറിയാം. നമ്മളിനി അവനെ എന്ത് ചെയ്യും സർ? നമ്മളൊന്നും ചെയ്യണ്ട, അവൻ തന്നെ ചെയ്തോളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ സർ.